നിങ്ങൾ ആധുനിക കാലത്തെ ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ, നിങ്ങൾ ഈ ആധുനിക കാലത്തെ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ, നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ പലപ്പോഴായി എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കാം. എൻ്റെ പേര് ബിജു ചെറിയാൻ മണലേത്ത്. ഞാൻ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട്, ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പുതുമയുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. പതിവ് പോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പുതുമയുള്ള എന്നാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്കുകളാണ് ഞാൻ ഓരോ എപ്പിസോഡിലൂടെ എത്തിക്കുന്നത്. ഇന്നും പതിവ് പോലെ തന്നെ വളരെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന, നമുക്ക് വളരെയധികം കാലഘട്ടത്തിന് ആവശ്യമുള്ളൊരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് ടോപ്പിക് എന്ന് പറയുന്നത്? ടോപ്പിക് എന്ന് പറയുന്നത് അപ്ഗ്രഡേഷൻ ഇൻ സെയിൽസ് എന്നുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറയുന്നത് അപ്ഗ്രഡേഷൻ ഇൻ സെയിൽസ് എന്നുള്ളതാണ്. അപ്ഗ്രഡേഷൻ ഇൻ സെയിൽസ്. എന്താണ് ഈ അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത്? നമ്മൾ പലപ്പോഴും നമ്മുടെ ബിസിനസ്സിലും സെയിൽസിലും ഒക്കെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ഗ്രോത്തിനെ പറ്റിയും ബിസിനസ് ഗ്രോത്തിനെ പറ്റിയൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നൊരു വാചകമാണ്, അല്ലെങ്കിൽ ഒരു വേർഡാണ് അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത്, അല്ലേ? നവീകരണം എന്നാണ് അതിൻ്റെ മലയാളം, നവീകരണം. അപ്പോൾ സെയിൽസിൽ എന്താണ് നവീകരണം കൊണ്ടുവരേണ്ടത്? സെയിൽസിൽ നവീകരണം അല്ലെങ്കിൽ സെയിൽസിൽ അപ്ഗ്രഡേഷൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സെയിൽസിൽ ഏതൊക്കെ വിഭാഗങ്ങളിൽ നമുക്ക് അപ്ഗ്രഡേഷൻ ആവശ്യമുണ്ട് എന്നുള്ളത്. നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ, നമ്മുടെ ഈ 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദം, അതായത് ഒരു 4 ഘട്ടങ്ങളിൽ ആദ്യ ഘട്ടം നമ്മൾ ഏകദേശം പൂർത്തീകരിക്കുകയാണ്. 2025 നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ചുറ്റുപാടും ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് പല കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അതായത് നമ്മൾ ഇന്നലകളിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലോകത്ത് സംഭവിക്കുന്നത്. അതായത് പ്രവചനാതീതമായ കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പുതിയതായിട്ട് വരുന്നു. അപ്പോൾ അവിടെയൊക്കെയോ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതാണ് അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത്. ഈ അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമുണ്ടായ കാലഘട്ടം മുതൽ തന്നെ ഈ അപ്ഗ്രഡേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എവല്യൂഷൻ എന്ന് പറയും. കാലഘട്ടം അനുസരിച്ച് മാറ്റങ്ങൾ, ഒന്നും സ്ഥായിയല്ല. അപ്പോൾ ഇവോൾവ് അല്ലെങ്കിൽ ഇവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ഒന്നും സ്ഥായിയായിട്ട് നിൽക്കാത്തതിൻ്റെ ഫലമായിട്ട് എന്താണ് നമ്മുടെ ചുറ്റുമുള്ളത്? എന്ത് നടക്കുന്നു? അവിടെ അപ്ഗ്രഡേഷൻസ് നടക്കുന്നു. മനുഷ്യരിൽ അപ്ഗ്രഡേഷൻ നടക്കുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിൽ അപ്ഗ്രഡേഷൻ നടക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ ഈ പറയുന്ന വിവിധ മേഖലകളിൽ അപ്ഗ്രഡേഷൻസ് നടക്കുക. അപ്പോൾ ഈ അപ്ഗ്രഡേഷൻസ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ നവീകരണങ്ങൾ നടക്കുമ്പോൾ, അത് നമ്മൾക്കും ആ നവീകരണത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നില്ല എങ്കിൽ, അതായത് ഈ നവീകരണത്തിൻ്റെ ഭാഗമാകാൻ നമ്മൾ ഓരോ മനുഷ്യർക്കും, സെയിൽസ്മാൻ ആയിക്കോട്ടെ ബിസിനസ്സുകാർക്കായിക്കോട്ടെ, അവർക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും. പരിപൂർണമായിട്ട് നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആ ഒരു ടോപ്പിക്, അപ്ഗ്രഡേഷൻ ഇൻ സെയിൽസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കും. ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട്, അതായത് അപ്ഗ്രഡേഷൻ ഏതെല്ലാം മേഖലകളിലാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത് എന്നുള്ളത് വിശദമാക്കുന്നതിന് മുമ്പായിട്ട് വളരെ സുപ്രധാനമായ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. അതായത് ഓരോ മനുഷ്യനും, നമ്മുടെ മലയാളികളിൽ അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും, അല്ലെങ്കിൽ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഈ അപ്ഗ്രഡേഷൻ്റെ ഭാഗമായില്ല എങ്കിൽ, അതായത് നമ്മൾ എല്ലാവരും നമ്മളിൽ അപ്ഗ്രഡേഷൻ നവീകരണം നടത്തിയില്ല എങ്കിൽ, നമ്മുടെ ഈ ഭൂമിയിലുള്ള വാസം അല്ലെങ്കിൽ നമ്മുടെ തലമുറകളുടെ വാസം തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നമായി മാറും. കാരണം പുറമേ നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മളുടെ നിയന്ത്രണത്തിലല്ല. അതായത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന, നമ്മുടെ പ്രപഞ്ചത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാതെ അവിടെ അപ്ഗ്രഡേഷൻ കൊണ്ടുവരുന്നില്ല എങ്കിൽ മുന്നോട്ടുള്ള പോക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നത് തന്നെ അത് ഒട്ടും അപ്ഗ്രേഡ് ചെയ്യാത്ത ഒരു സിസ്റ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം. അപ്പം ടെക്നോളജി വളരുന്നതനുസരിച്ച്
കാലഘട്ടം അനുസരിച്ച് ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിലും ആ അപ്ഗ്രേഡേഷൻ നടക്കാത്തതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കുട്ടികൾ പരാജയപ്പെട്ടു പോകുന്നു. ആ പറയുന്ന ഇൻഡസ്ട്രീസിന് വേണ്ടതായിട്ടുള്ള സ്കില്ലുകൾ നമ്മുടെ കുട്ടികൾക്കില്ലാതായി വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ വ്യക്തികളും എന്ത് ആയി മാറണം? ഒരു ഓൺട്രപ്രനറായി മാറണം. ഒരു ഓൺട്രപ്രനർ അല്ലെങ്കിൽ അവനവൻ്റെ ജീവിതത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ പാകത്തിനുള്ള വ്യക്തിയായി മാറാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മളും നമ്മുടെ തലമുറകളും മാറ്റപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വ്യക്തികളും ഒരു ഓൺട്രപ്രനറായി മാറുക, ഒരു ബിസിനസ്സുകാരനായി മാറുക, അവനവൻ്റെ ലൈഫിൻ്റെയും അവനവൻ്റെ കുടുംബത്തിൻ്റെയും കൺട്രോൾ, ടേക്കിംഗ് കൺട്രോൾ ഓഫ് അവർ ഓൺ ലൈഫ്, അതിനാണ് ഓൺട്രപ്രനർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം അവനവൻ്റെ ജീവിതത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റുള്ളവരുടെ കൺട്രോളിൽ നമ്മൾ അകപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള യാത്ര പലപ്പോഴും ബുദ്ധിമുട്ടായി വരാം. അപ്പോൾ തീർച്ചയായും ഓൺട്രപ്രനർഷിപ്പ് എന്ന് പറയുന്ന ആ ടേക്കിംഗ് കൺട്രോൾ ഓഫ് അവർ സെൽഫ് ആൻഡ് അവർ ലൈഫ് എന്നുള്ള ആ ഒരു പ്രൊസീജിയറിലേക്ക് നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. അപ്ഗ്രേഡേഷൻ ഇൻ സെയിൽസ്. അപ്പോൾ 5 കാര്യങ്ങളിലാണ് ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേം അവിടെ അപ്ഗ്രേഡേഷൻ കൊണ്ടുവരേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 5 കാര്യങ്ങൾ എന്നുള്ളത് വിശദമാക്കി പറയാം. ഈ 5 കാര്യങ്ങളിൽ അപ്ഗ്രേഡേഷൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ്സും നമ്മുടെ സെയിൽസ് പ്രൊസീജിയറും മുന്നോട്ട് പോകുവാൻ, അത് ഈ കോമ്പറ്റീറ്റീവ് വേൾഡിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ അപ്ഗ്രേഡേഷൻ എന്താണ്? ഒന്നാമത്തെ അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞാൽ സ്കിൽസ് അപ്ഗ്രേഡേഷനാണ്. ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ ഒന്നാമത്തെ അപ്ഗ്രേഡേഷൻ എവിടെയാണ്? സ്കിൽ അപ്ഗ്രേഡേഷനാണ്. സ്കിൽ അപ്ഗ്രേഡേഷൻ. എന്താണ് ഈ സ്കിൽ അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഈ സ്കിൽ സെറ്റ്സിനെ കുറിച്ച് നമ്മൾ അധികം നാളുകൾക്ക് മുമ്പ് കേട്ട് തുടങ്ങിയതല്ല. ഇത് വളരെയധികം ആധുനികമായിട്ട് കേട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് സ്കിൽ സെറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും നമ്മൾ ടാലൻസ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അത് ജന്മനാ കിട്ടുന്ന കഴിവ്. എന്താണ് ഈ സ്കിൽസ് അല്ലെ നൈപുണ്യം എന്ന് പറയുന്നത്? നമുക്ക് വളരെ റീസെൻ്റ്ലി ആയിട്ട് മലയാളികളെ സംബന്ധിച്ച് വളരെ റീസെൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സ്കിൽസ് അല്ലെങ്കിൽ നൈപുണ്യം. എന്താണ് ഈ നൈപുണ്യം എന്ന് പറയുന്നത്? നൈപുണ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഓരോ വ്യക്തികൾക്കും വളർത്തിയെടുക്കാൻ കഴിയുന്നവയാണ്. സ്കിൽസ് എന്ന് പറയുന്നത് നമുക്ക് പഠിച്ച് വളർത്തിയെടുക്കാൻ കഴിയുന്നവയാണ്. അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മൾ ഈ പറയുന്ന സെയിൽസ് പ്രക്രിയയിൽ എന്തൊക്കെ സ്കിൽ സെറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്? അതായത് ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സെയിൽസ് ടീമിനെ സംബന്ധിച്ച്, ഒരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ച് അവരുടെ സെയിൽസ് ടീമിന് തീർച്ചയായിട്ടും അവരുടെ സ്കിൽ സെറ്റ്സിൽ അപ്ഗ്രേഡേഷൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഈ കാലഘട്ടം അനുസരിച്ചുള്ള സെയിൽസ് പ്രൊസീജിയറിൽ അവർക്ക് പങ്കാളികളാകുവാനായിട്ടും ആ പറയുന്ന ബെറ്റർ സെയിൽസ് കൊണ്ടുവരാനായിട്ടും അവർക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ എന്താണ് വേണ്ടത്? നമ്മുടെ സെയിൽസ് ടീമിന് സെയിൽസ് ട്രെയിനിങ് കൊടുക്കണം. അവരുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുന്ന ട്രെയിനിങ്, കോച്ചിങ് അല്ലെങ്കിൽ മെൻറ്ററിങ്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ നമ്മുടെ ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മുടെ ടീമിനെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ, നമ്മുടെ സെയിൽസ് ടീമിനെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം? അതായത് നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത്, ഏത് പ്രോഡക്റ്റോ സർവീസോ ആണോ നിങ്ങൾ കൊടുക്കുന്നത്, ആ ഇൻഡസ്ട്രിയുടെ ട്രെൻഡ് അനുസരിച്ചുള്ള സ്കില്ലുകൾ ആർജിക്കുവാനുള്ള എല്ലാ വിധത്തിലുള്ള ട്രെയിനിങ്ങും പ്രോഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചുമുള്ള അറിവുകൾക്കപ്പുറത്തോട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിക്കോട്ടെ, നെഗോഷിയേഷൻ സ്കിൽസ് ആയിക്കോട്ടെ, ഹൈ ടിക്കറ്റ് സെയിൽസ് സ്കില്ലുകൾ, അതായത് കാലഘട്ടം അനുസരിച്ച് ആ പ്രോഡക്റ്റോ സർവീസോ വിശദമാക്കി കൊടുക്കുവാനോ അതിനെ നമുക്ക് എന്താണ് ഒരു സെയിൽസ് പ്രക്രിയയിൽ ആദ്യം മുതൽ അവസാനം വരെ ആ സെയിൽസ്മാന് അതിനെ ഒരു കൺവേർഷനിലോട്ട് എത്തിക്കുവാനായിട്ടുള്ള എല്ലാ ഹൈ ടിക്കറ്റ് സെയിൽസ് സ്കില്ലുകളും നമ്മുടെ സെയിൽസ് ടീമിനെ പഠിപ്പിച്ചിരിക്കണം, അല്ലെങ്കിൽ അവർക്കതിൽ ട്രെയിനിങ് കൊടുത്തിരിക്കണം. അതായത് ആധുനിക കാലഘട്ടം അനുസരിച്ചുള്ള ടെക്നോളജികളുമായിട്ടുള്ള അവരുടെ ഒരു പൊരുത്തപ്പെടുകൾ, ഈ നെഗോഷിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ്പെർട്ടൈസേഷൻ കൊണ്ടുവരേണ്ടതായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ഡേറ്റ അനാലിസിസ് ആയിക്കോട്ടെ. നമ്മുടെ ഈ പറയുന്ന സെയിൽസ് പ്രക്രിയയിൽ ഡേറ്റ അനാലിസിസ്, നമ്മുടെ CRM പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമറെ വീണ്ടും വീണ്ടും നമുക്ക് പഠിക്കുവാനായിട്ടും ആ വ്യക്തിയും ആ വ്യക്തിയുടെ നെറ്റ്വർക്കുകളെ
മുഴുവനും നമ്മൾ കൊണ്ടുവരുവാനായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പ്രൊസീജിയേഴ്സും സ്കിൽ സെറ്റുകളും എല്ലാ വിധത്തിലുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അപ്പം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്കിൽസ് അപ്ഗ്രഡേഷൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഈ അപ്ഗ്രഡേഷൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, സ്കിൽസ് അപ്ഗ്രഡേഷൻ പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? മൈൻഡ് സെറ്റ് അപ്ഗ്രഡേഷൻ. അതായത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് അപ്ഗ്രഡേഷൻ. എന്താണ് ഈ മൈൻഡ് സെറ്റ് അപ്ഗ്രഡേഷൻ? മൈൻഡ് സെറ്റ് അപ്ഗ്രഡേഷൻ. അപ്പം നമ്മൾ മൈൻഡ് സെറ്റിനെ കുറിച്ച്, നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലേ, നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിന്തിച്ച് നോക്കിയാട്ട് അപ്പം വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ നമ്മുടെ 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ ടെക്നോളജി ഇത്രയും അധികം ബൂമിങ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അത് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മൈൻഡ് സെറ്റിനെ അപ്ഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൊണ്ടുവരേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ സെയിൽസ് ടീമിനെ, ഓരോ സെയിൽസ് മെമ്പേഴ്സിനും അവരുടെ മൈൻഡ് സെറ്റിനെ പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റിലോട്ട് കൊണ്ടുവരണം. എന്താണ് ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്? അതായത് എന്താണ് ഈ ഇവോൾവിങ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്? കാലഘട്ടം അനുസരിച്ച് നമ്മുടെ ഇൻഡസ്ട്രീസിലുണ്ടാകുന്ന മാറ്റങ്ങളും, നമ്മുടെ സെയിൽസ് പ്രക്രിയയിലുണ്ടാകുന്ന മാറ്റങ്ങളും, നമ്മുടെ കസ്റ്റമറുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതിനോട് നമ്മളും ചേർന്ന് നിൽക്കുവാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ്. കേവലം ഒരു പ്രോഡക്റ്റോ നമ്മുടെ സർവീസോ പുഷ് ചെയ്യുവോ അത് പർച്ചേസ് ചെയ്യുന്നതിന് അപ്പുറത്തോട്ട് തന്നെ ആ പറയുന്ന കസ്റ്റമറെ നമ്മുടെ ഫാമിലിയുടെ ഭാഗമാക്കുക, നമ്മളോട് ചേർത്ത് നിർത്തുക, അവിടെ എമ്പതി വർക്കൗട്ട് ആക്കുക. അപ്പം ഗ്രോത്ത് മൈൻഡ് സെറ്റോടുകൂടി ഒരു പേഴ്സണൽ ഗ്രോത്ത്, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ട്രേഡ് അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്ചേഞ്ച് പ്രക്രിയയ്ക്ക് അപ്പുറത്തോട്ട് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തും ആ പറയുന്ന കസ്റ്റമറുടെ ഗ്രോത്തുമായിട്ടൊരു കണക്ടിവിറ്റി കൊണ്ടുവരിക, ഒരു നെറ്റ്വർക്കിങ്ങിലോട്ട് ബന്ധിപ്പിക്കുക. അപ്പോൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്താണ്? ഈ പറയുന്ന അപ്ഗ്രേഡേഷനിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ സെയിൽസ് ടീമിനെ ആ ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ വളർത്തുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒബ്ജെക്ഷൻസിനെ ഫേസ് ചെയ്യുവാൻ പഠിപ്പിക്കണം. എല്ലാ കാലത്തും ഒരു കസ്റ്റമർ നമ്മളോട് യേസ് പറയണമെന്നില്ല. അപ്പോൾ ചലഞ്ചിങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവാം. പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് അല്ലേ നമ്മുടെ പ്രോഡക്ട്സോ സർവീസോ വാങ്ങിക്കുവാനായിട്ട് ഡിജിറ്റലി അല്ലെങ്കിൽ ലൈവായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ പ്രോഡക്ട്സ് വാങ്ങിക്കുവാനായിട്ട് നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വരുന്നത്. അപ്പം എന്തു തരത്തിലുള്ള ചലഞ്ചസ് വന്നാലും അതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് അതിനോടൊരു പോസിറ്റീവ് മനോഭാവത്തോടുകൂടി അതിനെ സമീപിക്കുകയും ഓരോ കസ്റ്റമറും നമുക്കൊരു പഠനമായ കസ്റ്റമറെയും പഠിക്കുവാൻ കിട്ടുന്നൊരു അവസരം, ഓരോ കസ്റ്റമർ ഫീഡ്ബാക്ക് നമ്മുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയാണ്. അപ്പം ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് അപ്ഗ്രഡേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ സെയിൽസ് പ്രക്രിയയിലും നമ്മൾ കൊണ്ടുവരേണ്ടിയിരിക്കും. പോസിറ്റീവ് മൈൻഡ് സെറ്റോടൊപ്പം തന്നെ റെസിലിയൻ മൈൻഡ് സെറ്റ്, റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനേയും പ്രതിരോധിക്കുവാനുള്ള ഒരു മൈൻഡ് സെറ്റാണ്. അതായത് നമ്മൾ നമ്മൾ ഒബ്ജക്ഷൻ ഉണ്ടായാൽ അല്ലെങ്കിൽ ഈ പറയുന്ന എന്ത് തരം ചലഞ്ചസ് ഉണ്ടായാലും അതിനെ നമ്മൾ അതിലങ്ങ് വീണ് കിടക്കാതെ അതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് അതിനെ പഠിക്കുവാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ സെയിൽസ് ടീം ആ കസ്റ്റമറെ അക്വയർ ചെയ്യുവാൻ, നമ്മളോട് ചേർത്ത് നിർത്തുവാനുള്ളൊരു മാനസിക അവസ്ഥ ബിൽഡ് ചെയ്യേണ്ടിയിരിക്കും. അതോടൊപ്പം തന്നെ എന്ത് തരത്തിലുള്ള ഒബ്ജക്ഷൻസ് വന്നാലും നമ്മുടെ കസ്റ്റമർക്ക് ഏറ്റവും വലിയ ഹൈ വാല്യൂ കൊടുക്കുവാനായിട്ട് മുന്നിട്ട് വരേണ്ടത്. നമ്മൾ കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കരുതോ? നമുക്ക് വാല്യുബിളായിട്ടുള്ളൊരു കസ്റ്റമറെ നമുക്ക് അക്വയർ ചെയ്ത് കിട്ടുവാനായിട്ട് നമ്മുടെ സർവീസിലോ നമ്മുടെ പ്രോഡക്ട്സിലോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഏറ്റവും അധികം ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ, കസ്റ്റമർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാം? ആ കസ്റ്റമറെ നമുക്ക് ചേർത്ത് നിർത്താം. അപ്പോൾ ഇനി എവിടെയാണ് അടുത്ത അപ്ഗ്രേഡേഷൻ ഉണ്ടാവേണ്ടത്? പ്രോസസ്സിലാണ് അപ്ഗ്രേഡേഷൻ ഉണ്ടാവേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് അപ്ഗ്രേഡേഷൻ എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് പ്രോസസ് അപ്ഗ്രഡേഷൻ. അപ്പോൾ എന്താണ് ഈ പ്രോസസ് അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ സെയിൽസ് പ്രക്രിയയിൽ
എന്തൊക്കെ മാറ്റങ്ങൾ, നവീകരണങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ, അതിനെ എങ്ങനെ റിഫൈൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ, ആ വർക്ക് ഫ്ലോയെ ബാലൻസ് ചെയ്യുന്നുള്ള എന്തൊക്കെ കാര്യങ്ങൾ ആ പ്രോസസ്സിൽ, നമ്മൾ ആ പറയുന്ന സെയിൽസ് പ്രൊസീജിയറിൽ എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യുവാനായിട്ട് കഴിയുന്നുണ്ടോ, ആയിട്ടുള്ള ടൂൾസ്, ആ സിസ്റ്റത്തിനകത്ത് എഫിഷ്യൻസി ഉള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം റിസൾട്ട് കൊണ്ടുവരുന്ന രീതിയിലുള്ള ടൂൾസ് സെറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ. നമ്മൾ ഈ പറയുന്ന നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സർവീസുകൾ നമ്മൾ എടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് ആ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊസീജിയർ അനുസരിച്ചാണോ നടക്കുന്നത്, ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കും. പ്രോസസ് അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഗ്രേഡേഷൻ അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡിങ് ടെക്നിക്കാണ്. അത് പ്രോസസ്സ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താണ്, തീർച്ചയായിട്ടും ആ പ്രക്രിയ ബെറ്റർ ആവുകയും അതോടൊപ്പം തന്നെ ആ സെയിൽസ് എന്ന് പറയുന്ന ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആകുകയാണ്. അപ്പോൾ പ്രോസസ് അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ നമ്മളെ സിസ്റ്റം ബിൽഡിങ്ങിൽ, നമ്മൾ ആ ബിസിനസ് എന്ന് പറയുന്ന ആ കംപ്ലീറ്റ് പ്രൊസീജിയറിൽ ആ സെയിൽസ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയെ നമ്മൾ കംപ്ലീറ്റ് ആ പറയുന്ന പ്രോസസ്സ് ബെറ്റർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ് അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് ആ ഫ്ലോ സ്റ്റേറ്റ് നമുക്ക് നിലനിർത്തുവാനായിട്ട് കഴിയും. അപ്പോൾ പ്രോസസ് അപ്ഗ്രേഡേഷൻ വളരെ പ്രധാനപ്പെട്ട. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് നെറ്റ്വർക്ക് അപ്ഗ്രേഡേഷനാണ്. നെറ്റ്വർക്ക് അപ്ഗ്രേഡേഷൻ നമ്മുടെ ആ വിൽപ്പന പ്രക്രിയ എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രൊസീജിയറാണ്. ആ കസ്റ്റമറെ നമ്മൾ അക്വയർ ചെയ്ത് കൊണ്ടുവന്ന ശേഷം നമ്മുടെ ആ പ്രോഡക്റ്റോ സർവീസോ ആ വ്യക്തിയിലേക്ക് നമ്മൾ എത്തിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു കസ്റ്റമർ ജേർണി കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്നത് ഒരു ലോങ് പ്രൊസീജിയറാണ്. അപ്പോൾ അതിൽ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ നെറ്റ്വർക്ക് അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ പ്രോഡക്ട്സോ സർവീസോ വാങ്ങിക്കാൻ വരുന്ന ആ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദേ ആർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബിലോങ് ടു എ നെറ്റ്വർക്ക്. അപ്പം നമുക്ക് ലഭിക്കുന്ന ആ ഒരു കൂട്ടം ആളുകളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, മറ്റ് എന്ത് മാധ്യമങ്ങളായിക്കോട്ടെ, എന്ത് സാമൂഹ്യ മാധ്യമങ്ങളായിക്കോട്ടെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നെറ്റ്വർക്കിനെ എന്ത് ചെയ്യണം, നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. ആ നെറ്റ്വർക്ക് അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് സർവീസിങ് ടൂൾസ് ആയിക്കോട്ടെ, അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബ്രാൻഡിനെ നമ്മുടെ പീപ്പിൾ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആക്കണം. സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് തുടങ്ങിയിട്ടുള്ള നെറ്റ്വർക്കിംഗ് സർവീസിൽ നമ്മുടെ ആളുകൾക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ ബ്രാൻഡിനെ അവതരിപ്പിക്കണം. നമ്മുടെ ബ്രാൻഡുമായിട്ട് ആ പറയുന്ന ആളുകളെ കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ പ്രോഡക്റ്റും സർവീസും ഒക്കെ എപ്പോഴും അവരെ വിസിബിൾ ആക്കിക്കൊണ്ടിരിക്കണം. ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടുന്നതിനകത്തൊരു വിഷമം വിചാരിക്കേണ്ട. ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇടാം, അല്ലെങ്കിൽ വാട്സപ്പിൽ നമുക്ക് നമ്മുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അപ്ഗ്രേഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇടാം. നമ്മുടെ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് സ്വീകരിക്കുക. അങ്ങനെ അവരെ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഭാഗമാക്കുക. നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒരു കസ്റ്റമറെ ഒരു വൺ ടൈം കസ്റ്റമർ ആക്കി മാത്രം കാണാതെ അവരെ എന്താണ്, നമ്മളൊരു ഫാമിലി എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവരിക. നമ്മളും അവരോട് ചേരുന്നതാണ് ആ പറയുന്ന ബ്രാൻഡ് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവുമ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ നെറ്റ്വർക്കിനെ നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന എല്ലാ നെറ്റ്വർക്കിംഗ് ടൂൾസും നമ്മൾ ഉപയോഗിക്കണം, അത് ആക്ടിവേറ്റ് ആക്കണം, അത് എന്ത് ചെയ്യണം, അത് എല്ലാ കാലത്തും നമ്മൾ അത് ബിൽഡ് ചെയ്യുന്നതിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ബ്രാൻഡ് അപ്ഗ്രേഡേഷൻ എന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് പേഴ്സണൽ ബ്രാൻഡ് അപ്ഗ്രേഡേഷൻ. പേഴ്സണൽ ബ്രാൻഡ് അപ്ഗ്രേഡേഷൻ. അപ്പോൾ എന്താണ് ഈ പേഴ്സണൽ ബ്രാൻഡ് അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത്? അതായത് നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റ്, സർവീസ്, ഡിജിറ്റൽ ഓർ ഫിസിക്കൽ വാട്ട് എവർ മേ ബി,
ഇത് എന്തും നമ്മൾ എന്ത് ചെയ്യണം, അതൊരു ബ്രാൻഡാണ്, നമ്മുടേതായിട്ടുള്ളൊരു ബ്രാൻഡാണ്. അപ്പം നമുക്ക് ഈ ബ്രാൻഡിനെ എന്ത് ചെയ്യണം, കൂടുതൽ വിസിബിൾ ആക്കണം, നമ്മുടെ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രോഡക്ട്സ് നമ്മൾ ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ വെയർഹൗസിലോ നമ്മൾ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതെന്ത് ചെയ്യണം, ആളുകളിലേക്ക് അത് എത്തിക്കണം. അപ്പോൾ അതിനുള്ള മെത്തേഡ് എന്താണ്, ആളുകളിലേക്ക് നമ്മൾ എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു സ്ട്രോങ് ബ്രാൻഡായി മാറണ്ടേ. നമ്മളൊരു സ്ട്രോങ് ബ്രാൻഡായി മാറി എന്ന് ആളുകൾക്ക് തോന്നിയാൽ മാത്രമേ, നമ്മൾ റിലയബിൾ ബ്രാൻഡ്, വിശ്വസനീയമായിട്ടുള്ള ബ്രാൻഡാണ് എന്നുള്ള തോന്നൽ ആളുകളിൽ എത്തിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവർ ആ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ വരത്തുള്ളൂ. അപ്പോൾ അതിനെ ലെവറേജ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം, നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ കോണ്ടന്റുകൾ, അതായത് ഇൻസ്റ്റാഗ്രാം പോലുള്ള, ഫേസ്ബുക്ക് പോലുള്ള, വാട്സപ്പ് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നമ്മുടെ ബ്രാൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കോണ്ടന്റുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെയോ ക്രിയേറ്റേഴ്സിനെയോ അവരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രോഡക്ട്സിനെ കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് എത്തിക്കുവാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രാൻഡിങ് ആണ് അവിടെ. ഇൻഫ്ലുവൻസേഴ്സിനെ, നമ്മുടെ ഈ പറയുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്രാൻഡിനെ അടുത്ത ലെവലിലോട്ട് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ എന്തിൽ അപ്ഗ്രേഡേഷൻ ഉണ്ടാവണം, നമ്മൾ ഈ പറയുന്ന പേഴ്സണൽ ബ്രാൻഡിൻ അപ്ഗ്രേഡേഷൻ. ഓൺലൈൻ പ്രസൻസ് നമ്മൾ വർദ്ധിപ്പിക്കണം. ആ ഓൺലൈൻ പ്രസൻസ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെയോ എവിടൊക്കെ മേഖലകളിൽ നമ്മുടെ പ്രോഡക്ട്സ് ആളുകളിലേക്ക്, നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടോ, അവിടെ നമ്മൾക്ക് എന്താ ചെയ്യാൻ കഴിയും. നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തിയാൽ, ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മളിലുണ്ടെങ്കിൽ ഈ പറയുന്ന ലെവറേജ്, ഈ പറയുന്ന ഓൺലൈൻ പ്രസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് അഡീഷണൽ ആയിട്ടുള്ള കൂടുതൽ കസ്റ്റമേഴ്സിനെ നമുക്ക് കൊണ്ടുവരും. അപ്പോൾ ഒരു ബ്രാൻഡിനെ അവതരിപ്പിക്കാനായിട്ട് നമ്മൾ എന്താ, പഴയ പണ്ട് കാലത്തുള്ള ട്രഡീഷണൽ മെത്തഡോളജി, പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്ന ആ ഒരു മെത്തഡോളജിക്ക് അപ്പുറത്തോട്ട് ഓൺലൈൻ പ്രസൻസ് നമ്മൾ കൊണ്ടുവരണം, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണം. എവിടൊക്കെ നമ്മുടെ ബ്രാൻഡിനെ, നമ്മുടെ സെയിൽസ് ടീമിനെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവരുടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ആ പറയുന്ന പ്രസൻറ്റേഷൻ സ്കിൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയ ലിറ്ററസി ഉൾപ്പെടെയുള്ള എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം, എങ്ങനെ ഒരു നമുക്ക് ക്യാമറ പൊസിഷൻ ചെയ്യാം, എങ്ങനെ എഡിറ്റ് ചെയ്യാം, എങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം, എങ്ങനെ അതിനകത്ത് കൂടുതൽ എൻഗേജ്മെൻറ്റ് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ സെയിൽസ് ടീമിന് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കണം. അപ്പോൾ ഇതൊരു ടീം വർക്കാണ്. ഈ പറയുന്ന അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം ഒരു ഇൻട്രസ്റ്റ് അല്ല, ഇതൊരു ടീം വർക്കാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന അപ്ഗ്രേഡേഷനിലൂടെ സംഭവിക്കുന്നത്, ഈ പറയുന്ന അപ്ഗ്രേഡേഷനിലൂടെ സ്കിൽസ് വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ടീമിനെ മൊത്തം സ്കിൽസ് വർദ്ധിപ്പിക്കും. ഫിസിക്കൽ സ്കിൽസ് വർദ്ധിപ്പിക്കാം, ഡിജിറ്റൽ സ്കിൽസ് വർദ്ധിപ്പിക്കാം, അതോടൊപ്പം തന്നെ ഇമോഷണൽ ആയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സ്കിൽസും നമുക്ക് നേടിക്കൊടുക്കുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ കാര്യം എന്താണ്, നമുക്ക് ആ പറയുന്നൊരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ നമുക്ക് നമ്മുടെ പ്രസൻസ് കാണിക്കാനൊപ്പം തന്നെ അതിൽ നമ്മൾ അഗ്രഗണ്യരാണെന്നുള്ളത് നമുക്ക് തെളിയിക്കുവാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ എന്ത് കഴിയുന്നു, നമ്മൾ ആ ഗ്രോത്ത് എന്ന് പറയുന്നത്, നമ്മൾ ആ പറയുന്ന വളർച്ച എന്ന് പറയുന്നത് നമുക്ക് സെൽഫായിട്ട് മനസ്സിലാകുകയും നമ്മുടെ കസ്റ്റമേഴ്സിന് മനസ്സിലാകും നമ്മൾ ഗ്രോ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണെന്നുള്ളത്. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ പ്രസൻസ് നമ്മൾ കാണിക്കുന്നു, നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്ട്രോങ് ബ്രാൻഡായിട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ ഒരു സെയിൽസ് ടീമിനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേമിനെയോ സംബന്ധിച്ച് അവരുടെ പ്രോഡക്റ്റോ സർവീസോ കൂടുതൽ ആളുകളിലേക്ക് ലെവറേജ് ചെയ്യുവാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, 3 തരത്തിൽ ചിന്തിക്കാം. ഫിസിക്കലായിട്ടുള്ള ബ്രാൻഡിങ്, സൈക്കോളജിക്കലായിട്ടുള്ള ബ്രാൻഡിങ്, അതോടൊപ്പം തന്നെ സ്പിരിച്വലായിട്ടുള്ള ബ്രാൻഡിങ്. ഈ 3 തരത്തിൽ, ഈ 3 തലങ്ങളിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, അപ്ഗ്രേഡേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങളുടെ സെയിൽസ് ടീമിനെ നിങ്ങൾ പരിശീലിപ്പിക്കുമ്പോൾ അപ്ഗ്രേഡേഷൻ ഫിസിക്കലി, സൈക്കോളജിക്കലി ആൻഡ് സ്പിരിച്വലി വന്നിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കണം. അപ്പോൾ അപ്ഗ്രേഡേഷൻ നിങ്ങളുടെ സെയിൽസ് ടീമിൽ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് ബെറ്റർമെൻറ്റ് ഉണ്ടാവട്ടെ. മറ്റൊരു എപ്പിസോഡിൽ കാണും വരേക്കും നന്ദി, നമസ്കാരം.